എന്റെ അമ്മേ. 275 രൂപയ്ക്ക് കൊടുക്കുമാ. சரி 275 கொடுங்க. നിന്നോട് ആരെങ്കിലും മീന്റെ വില പറയാൻ പറഞ്ഞോ? ഇവ എന്നെ കേട്ട തെരിയുമാ 2 കൂറക്ക് 275 കേട്ടെ. 2 കൂറ് 275 போயிட்டு அடுத்த வாரம் வாங்க. അടുത്ത ആഴ്ച വരാൻ. சரி சரி ஒரு கூற போதும் 200 கொடுக்கட்டுமா? விலைவாசி ரொம்ப ஜாஸ்தி ஆடிச்சாமே. ஒரு 265 போட்டு கொடுங்களேன். ஒரு வியாபாரான அப்படி இப்படி விட்டு எல்லாம் வேணுமே. கடைசி விலை 225 ரூபாய். 250 கொடுங்க சாமி. 225 ரூபாய். பணத்தை கொடுங்க. கொடுக்கற இல்லையா 900 ஆயிரம் கேக்குறேன். குட்டி குழந்தை வேண்டா. பெரிச்சு பெரிச்சு கொடுங்க. எல்லாம் பெரிய மீன் தான் சார். இந்தாங்க. കൂറ് 300 കൂറ് 300 കൂറ് 300. 10-30 കൊല്ലം കണ്ടേ തമിഴ്നാട്ടിൽ വന്നിട്ട് അപ്പടി ഇപ്പിടി ചില വിട്ടുവീഴ്ചകളെല്ലാം വേണ്ടാമെന്ന്. ഇതെവിടത്തെ തമിഴ്? അപ്പടി ഇപ്പിടി ചില വിലപ്പെട്ട 50 രൂപ കാട്ടി കളയാൻ പോയവനാ നീ. എഞ്ചിനീയറിംഗ് പഠിച്ച വിട്ടി. 1 2 3 4 4 3 2 1 ഒരാഴ്ച അങ്ങനെയാണ് പോട്ടെ പോട്ടെ. 1 2 ഈ നല്ല കണ്ണ എവിടെ? 4 3 എടാ നല്ല കണ്ണേ. മീൻ നന്നാക്കാനാണെങ്കിൽ നല്ല കണ്ണിനെ ചീത്തക്കണ്ണിനെ ഒന്നും വിളിക്കണ്ട, ഞാൻ മതി. പിന്നെ ഇന്ന് കൊടംപുളി ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുക. കൊടംപുളിയൊക്കെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച അങ്ങനെ ഇരിപ്പുണ്ടാവും. ഇന്നത്തെ മീൻ പൊരിക്കലിന് ഒരു പ്രത്യേകതയുണ്ട് പോളേട്ടാ. എങ്ങനെ? അവന്റെ കുഞ്ഞിക്കണ്ണുണ്ടല്ലോ, അതങ്ങോട്ട് തോണ്ടി കളഞ്ഞിട്ട് ആ വാലും അങ്ങോട്ട് വെട്ടിയിട്ട് കത്തിക്ക് അങ്ങോട്ട് വരഞ്ഞിട്ട് മുളക് പൊടി അങ്ങനെ പീന്നിട്ടിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് പ്ലക്ക് നടന്നിട്ട് വെറുതെ അല്ല വിളിച്ചിട്ടും മിണ്ടാത്തത്. പഴയ ചോറല്ല സാപ്പിട്ടതാ. சாப்பிட்டா சொன்னே. രാമു, ഇവൻ ഇവിടെ ഉള്ളോടത്തോളം കാലം വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. നല്ല കണ്ണേ, നല്ല മൂർച്ചയുള്ളൊരു കത്തി ഇഞ്ഞെടുത്തോ, ഞാൻ ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കി. சரிங்க சார். If you are not getting the house, give the money back. மரியாதையா காசு கொடுக்க போறியா இல்லையா? Nothing doing. I'm not going to give the money anymore. என்னடி என்ன நினைச்ச நீ? Hey, don't try to cheat me. I'll call the police. வீடு கிடைக்காது என் தப்பு கிடையாது. நான் இந்த வெயில்ல காலையில இருந்து நாய அலைஞ்சல. எனக்கு 200 ரூபாய் கொடுத்து ஆகணும். Today also you asking. ഞങ്ങളുടെ ബിൽഡിംഗിൽ വർക്ക് ചെയ്യുന്ന കുട്ടി. ഓ വന്നേ, സംഗതി എന്താന്ന് നോക്കാം. Get me the house. വാ. നല്ല കണ്ണേ, ഈ മീൻ പാത്തുക. சரிண்ணே, இந்த மாதிரி நிறைய ஆளை பாத்திருக்கேன். நான் என்ன இழிச்ச வாய் நினைச்சியா? How can you talk like this so ruthlessly? എന്ത് പറ്റി? ഹലോ. Hi. വാടകയ്ക്ക് ഒരു വീട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് 5 ദിവസം അയാൾ എന്നെ നടത്തുന്നത്. ഇന്നലെ വരെ ദിവസം 200 രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കുക. വീട് കിട്ടാതെ ഇനി പണം തരില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഈ സ്ട്രീറ്റിലൊക്കെ വെച്ചിങ്ങനെ വഴക്കുണ്ടാക്കാന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കിയത് ഇയാളാ. ഞാൻ രൂപ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. பணம் தராம இங்க இருந்து நகர முடியாது. ஊர் பேரு தெரியாத பொண்ணு ஏமாத்து பாக்குறியா? யோ, வார்த்தை அளந்து பேசு. என்ன பற்றி உனக்கு தெரியாது. இந்த சேத்துக்குழி கண்ணப்பன் யாருன்னு நாட்டுல கேட்டு பாரு. எடா போடனெல்லாம் சொன்ன வாயில பல்லு இருக்காது, ஜாகிரதை. അതെ, കുട്ടി വിഷമിക്കാതിരിക്കും, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. முதல்ல வீடு எடுத்து கொடுக்கப்பா, அப்புறம் தானே காசு. அட போயா, உன்னை யார் கூப்பிட்டது இங்க? 200 രൂപ കടച്ച പോയിടുവല്ലേ? അയ്യോ, കൊടുക്കേ. നീ പോമ്മ, இந்த കണ്ണപ്പൻ കെട്ടയാ വിളയാട്ട്. അല്ല, ഇമാതിരി ആളുകളോട് നമ്മൾ വഴക്കൂടാൻ പോയിട്ട് കാര്യമില്ല. അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. സോ വി മസ്റ്റ് ബി കെയർഫുൾ. അവന്റെ കരണക്കുറ്റിയൊക്കെ 2 പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലട്ടല്ല. പക്ഷെ അവൻ നിന്റെ പല്ലടിച്ച് കൊഴിക്കുന്നു പറഞ്ഞപ്പോ നീ പേടിച്ചു പോയില്ലേ? അവൻ അങ്ങനെ പറഞ്ഞോ? എങ്കി വിടാൻ പാടില്ല. കണ്ണപ്പ, ഇനി വിട്ടേക്ക്. അവൻ ഇപ്പൊ അടുത്ത പഞ്ചായത്തിൽ എത്തി കാണും. ഈ കുട്ടി നിന്റെ ഇവിടെ ജോലി ചെയ്യുന്നതാ? ഒരേ ഓഫീസിലല്ല, പക്ഷെ ഒരേ ബിൽഡിങ്ങിലാ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോ ഞങ്ങൾ ഒരു കൂപ്പയിലെ ട്രാവൽ ചെയ്തത്. പേര് ജ്യോതി. ജ്യോതി, ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏട്ടനൊക്കെ പോളേട്ടൻ. ഓ, കുട്ടിക്ക് താമസിക്കാനാണോ വീട്? അതെ. എത്ര ദിവസമായെന്നറിയോ അലയാൻ തുടങ്ങിയിട്ട്? എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? പോളേട്ടൻ വിചാരിച്ചാ കിട്ടാത്ത വീടുണ്ടോ മദ്രാസില്? ഓ, അങ്ങനെയൊന്നുമില്ല. എന്തിനാ ഈ വെയിലത്ത് നിക്കണേ? നമുക്ക് അവിടെ ഇന്ന് സംസാരിക്കാം. വാ. ജ്യോതി ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? അക്കാര്യം പറയാതിരിക്കുക ഭേദം. പഞ്ചാബ് വിമൻസ് ഹോസ്റ്റലിലെ മേറ്റിന്റെ ഓഫീസ് മുറിയിൽ 2 അലമാരകളുടെ ഇടയിൽ. ഓ മൈ ഗോഡ്. കാനറ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന എന്റെ ഒരു കസിൻ മുമ്പ് അവിടെയാ താമസിച്ചിരുന്നത്. അവര് വിളിച്ചു പറഞ്ഞതാ. പക്ഷെ ഞാൻ ചെന്നപ്പോ മേറ്റൻ കൈമലർത്തി. എന്താ ഇത്? ആ ബ്രോക്കർക്ക് മിസ്റ്റർ രാമാനുജൻ, രാമു, ചിലവര് റാം എന്ന് വിളിക്കും. മിസ്റ്റർ റാം. അയാൾക്ക് കൊടുത്തില്ലേ 200 രൂപ? എനിക്ക് വയ്യ പോളേട്ടാ, ഇതെങ്ങനെയുണ്ട്? മലയാളികൾ തമ്മിൽ പൈസക്ക് കണക്ക് പറയാ. പിന്നെ പറയാതെ മലയാളിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്ററി സിറിയൻ ബാങ്കിൽ നിന്ന് വെറുതെ കാശ് കിട്ടു. കുട്ടി അതിന് കൊടുത്തേ. എന്നാൽ മേടിക്കടാ. ഞാൻ ഇവിടുത്തെ ഓരോരോ നിയമങ്ങളെ. കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് വീടില്ല, ഫാമിലിക്കാണെങ്കിലേ കിട്ടുള്ളൂന്ന്. പേയിങ് ഗസ്റ്റ് ആവാൻ പറ്റുമോ നോക്കി അവിടെ 100 പ്രോബ്ലംസ്. ചിലരുടെ സംശയങ്ങളോ
ഞാൻ തനുവിനെ ശുഭയും പോലെ LTT-കാരിയാണെന്നാ. ശരിയാ, ഒറ്റയ്ക്കൊരു പെൺകുട്ടിക്ക് വീട് കിട്ടാന്ന് വെച്ചാ അത്ര എളുപ്പമല്ല. പക്ഷേ പോളേട്ടം വിചാരിച്ച കിട്ടും. வாங்க வாங்க அவர் உள்ளதான் பூஜை பண்ணிட்டு இருக்கார் உள்ள வந்து உட்காருங்கோ பரவாயில்லம்மா, அவர்கிட்ட அந்த ஹஸ்பண்ட் வைஃப் வந்திருக்குன்னு சொல்லுங்க. அப்படியா ஏன்னா பூஜையை முடிச்சிட்டலா இல்லையா ഒരു സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറണേ. ഏറ്റു. வாங்க வாங்க என்ன வாசல்ல நின்றுக்கே உள்ள வாங்க. நான் தான் ஹஸ்பண்ட், இது என்னோட வைஃப். வணக்கம் பெரியவரே. வணக்கம் சொல்லுமா. கை இങ്ങനെ கூப்பிட்டு. നമസ്കാരം. நமஸ்காரம். வைஃபுக்கு தமிழ் அவ்வளோ தெரியாது. இங்க வேலை கிடைச்சு 2 நாள் ஆகுது. ஆனா ஹஸ்பண்டுக்கு, அதாவது எனக்கு நல்ல தமிழ் தெரியும். இவரு வந்து மதுராயிலே வேலை பாக்குற. அதான் வீடு பார்க்க வரும்போதே சொல்லியாச்சே. மதுரை மட்டுமா? மதுரை, திருநெல்வேலி, தென்காசி, கோகர்ணம் அப்படி சுத்திட்டே இருப்பேன். ஒரே ஜேர்னி தான். போன மாசம் தான் எங்க கல்யாணம் நடந்தது. பெரிய கல்யாணம். 3 கூட்டம் பிரதமன், அப்படின்னா பாயசம், அவியல், சாம்பார். தென்காசி மாரியப்பன் கேள்விப்பட்டிருப்பேங்க. இல்லையே. அப்பப்பா இல்லையா? ஐயோ, அவர் தானே சமையல், பொரியல், கூட்டு எல்லாம் பிரமாதம் தான் இல்லையா அண்ணா? ஆமா ஆமா, നമ്മുടെ പോർഷൻ മേലെയാണ്, താഴെ ഇവര് ഹൗസ് ഓണർ. ചാവി കൊടുങ്ക. எங்க கல்யாணத்துக்கு அந்த கேரளா சீஃப் மினிஸ்டர் எல்லாம் வந்தாச்சு. ஏகே ஆண்டனி, தமிழ்ல அந்தோணின்னு சொல்லுவாங்க. ഇതൊക്കെ എന്തിനാ ഇവരോട് പറയണേ? இவங்களுக்கு சந்தேகம் இருக்க கூடாதுல்ல. எனக்கு என்ன சந்தேகம்? இல்லே பெரியவரே, இந்த காலத்துல எதுக்கும் சந்தேகப்படலாம். ஆனா நாங்க ஹஸ்பண்ட் அண்ட் வைஃப் தான். ഇതൊക്കെ എന്തിനാ അഡ്വാൻസ്? நீ எங்கம்மா வேலை பாக்குற? ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാ, ഗ്രീംസ് റോഡ്. கிரீம்ஸ் ரோட்ல இடத்த பக்கத்துல 3வது பில்டிங் 7வது மாடி, டோர் நம்பர் 3. 3. மச மசன் நிக்கிறியே, போய் சாவி எடுத்து கொண்டு வந்து கொடுறே. ஐயா, ஒரு ஹஸ்பண்ட் வைஃப் பிரிஞ்சு போறதுங்கிறது எவ்வளவு கொடுமையான விஷயம் உங்களுக்கே தெரியும். ஆனா நான் என்ன பண்றது? எனக்கு இன்னைக்கே இப்பவே மதுரைக்கு போய்தான் ஆகணும். உங்க பொண்ணு மாதிரி நினைச்சுக்கிட்டு அவளை நல்லபடியா பாத்துங்க. நீங்களும் பாத்துங்கம்மா. பத்திரமா பாத்துக்கிறேன். கடவுளை மனசுல நினைச்சுக்கிட்டே உன் கையாலே சாவியை வாங்கிக்க. தாக்கோலு நடிக்க. சுமங்கலினா நெத்தியில எப்பவும் குங்குமம் வச்சுருக்கணும். எப்பவும் வைக்கிறதா? இன்னைக்கு மறந்தாச்சு. മതി മതി, വാ வா வா வா, பொட்டி எடுத்துக்க வா. இந்த காலத்து பொன் குழந்தை நெத்தியில குங்குமம் வைக்கிறதுக்கே மறந்துடுறாங்க. ஆமா ஆமா, காப்பி எடுத்து கொடுறே. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോ 3 കൊല്ലം ബെസ്റ്റ് ആക്ടർ ആയിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. ഇതാണോ അഭിനയം? എന്ത്? അയാൾ ഒരു വെട്ടുപോത്തായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിപ്പോട്ട് തന്നെ. ശരിയാ, റാമിന്റെ ആക്ടിങ് കുറച്ച് ഓവർ ആയിരുന്നു. ആയിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. മലയാളം പോലെ അല്ല തമിഴ്. എല്ലാത്തിനും കുറച്ച് ഡോസ് കൂടുതൽ വേണം. മലയാളത്തിൽ ഇപ്പൊ എങ്ങനെയാ? അമ്മേ, അത്രയല്ലേ ഉള്ളൂ. തമിഴ് കേട്ടിട്ടില്ലേ? അമ്മാ, ആ വ്യത്യാസം ഉണ്ടേ. പിടിച്ചു പോയെങ്കിൽ നിനക്ക് കിട്ടുന്ന തല്ലിനും കുറച്ച് ഡോസ് കൂടിയേനെ. കുട്ടിയാ കഥ ഓർന്നേ. ഇനി തരൂ. വേണ്ട, എടുത്തോ. ഏതായാലും സമാധാനായി. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നും വേണ്ട, കുട്ടി സ്വസ്ഥായിട്ട് ഇവിടെ അങ്ങോട്ട് കൂടുക. അപ്പൊ രാമു, നെക്സ്റ്റ് ഐറ്റം പൊളേട്ടാ. மாசாங்க இல்ல சார். இல்லையா? எங்க போயாச்சு? போண்டிச்சேரிக்கு போயிடுச்சு. ஐயோ, எதுக்கு? வண்டி டாக்ஸ் அடைக்கிறதுக்கா. எப்ப വരും? ஒண்ணுமே சொல்லலையே. എന്തൊക്കെയുണ്ട് സാർ? ഏയ് ഒന്നുമില്ല, സുഖമായിട്ട് അങ്ങോട്ട് പോണു. നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? വണ്ടിയറാ. നോൺസെൻസ്. നാക്കി ഏതാണോ റൂമിൽ കയറി വരുന്നത്? സോറി സാർ. സാറിന് ഈ വിമൻസ് ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങിയ സ്ഥലങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? വാട്ട് ഡു യു മീൻ? ഈ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലേ അങ്ങനെ എന്തെങ്കിലും സാറിന് കണക്ഷൻസ് ഉണ്ട് വെച്ചാൽ അതെനിക്ക് വലിയ ഉപകാരമായിരിക്കും. 3 സ്റ്റാർ ബിൽഡേഴ്സിന്റെ GM കെസി കാർത്തികേയനാണ് ഞാൻ. അതെ, അതറിയാവുന്നോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചത്. ചെറിയൊരു വാടക വീടായാലും മതി, പക്ഷെ ഇന്നിപ്പൊ കിട്ടണം. ഞാനൊരു വീട് ബ്രോക്കർ അല്ല, മനസ്സിലായോ? ബ്രോ, അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല. ഞാൻ ഉദ്ദേശിച്ചത് Get out. സാറിന് ലേഡീസ്. Get out, I say. സോറി. ഇനിയിപ്പോ ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിക്കാൻ എന്താ സാർ ഒരു ടെൻഷൻ പോലെ? ടെൻഷനോ? ആർക്ക്? എനിക്കോ? മുझे तुमसे प्यार है, मुझे तुमसे प्यार है, आज भी है और